ഇതെല്ലായിടത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഏക കാരണം ഈ ഡെവലപ്മെൻറ്റിനെ തുരങ്കം വയ്ക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിനുള്ള പോംവഴി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മൂവ്മെൻ്റ് ഉണ്ടാകണം, ഒരു സാമൂഹിക. അതിപ്പോൾ തന്നെ കുറച്ചൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഈ സമരങ്ങളുടെ ആൾക്കാരുടെ ഒരു നെഗറ്റീവായി സമരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെയൊക്കെ കോളേജ് കാലത്ത് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസം സമരം, 2 ദിവസം ക്ലാസ് ആയിരുന്നു. സാർ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മള് ഒന്നുകിൽ കേരളം അല്ലെ ഇന്ത്യയെ പറ്റി മാത്രമേ നമ്മൾ കൺസേൺ, നമ്മുടെ കോൺസേൺ ഇന്റർനാഷണൽ രീതിയിലുള്ള കോമ്പറ്റീഷൻ ഗ്ലോബലൈസ് ചെയ്തു പോയി. അപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികളെ പോലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇപ്പോൾ ഉള്ള കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഒരു 20 വയസ്സാണ്. നമുക്ക് 20 വയസ്സുള്ള ഇതിലാണ്. ഇപ്പൊ ഈ എൻ്റെ മോളോട് ചോദിച്ചാല് ഒരു കാറിന്റെ എല്ലാ ഇതും അവർക്ക് 3 വയസ്സുള്ള ആ കുട്ടിക്ക് അറിയാം. നമ്മുടെ ഇപ്പോഴത്തെ മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യാൻ 5ാം ക്ലാസ്സുകാരനെ ഏൽപ്പിക്കുന്നത് നമ്മളെക്കാൾ. അപ്പോൾ അങ്ങനെ മാറിയ സിനാരിയോയില് നമ്മൾ മാറിയില്ലേ, പ്രത്യേകിച്ചും കേരളം മാറിയില്ലെങ്കിൽ നമ്മുടെ ഒരു ട്രാജഡി ആയിട്ട് വരും. അത് വലിയൊരു ട്രാജഡി ആയിരിക്കും. നമുക്ക് പല കാര്യങ്ങളിലും നമുക്കതിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. അതിനൊരു ഇച്ഛാശക്തി വേണം. കാരണം എല്ലാ കാര്യത്തിനും എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. ആ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനുള്ള മെൻ്റലും ഫിസിക്കലുമായിട്ടുള്ള കപ്പാസിറ്റിയാണ് ഇമ്പോർട്ടൻ്റ്. ഒരു ഡിറ്റർമിനേഷനാണ് ഇമ്പോർട്ടൻ്റ്. ഡിറ്റർമിനേഷനോടൊപ്പം തന്നെ എൻ്റെ ഒരു അഭിപ്രായം സാറേ, വിഷന് ഇപ്പോൾ തന്നെ ഈ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷമേ ഈ കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് വരെ നമ്മുടെ പബ്ലിക് ഡെറ്റ് 1.5 ലക്ഷം കോടിയായിരുന്നു. ഇതിപ്പോഴ് 6.25 ലക്ഷം കോടി പബ്ലിക് ഡെറ്റ് കിടക്കുന്നു. വീണ്ടും ഏതാണ്ട് ഒരു 3/4 ലക്ഷം 1 ലക്ഷം കോടിയോളം ഈ അരിയേഴ്സ് ഇത് നടക്കുന്നു എല്ലാവർക്കും. ഇങ്ങനെ ഒരു 6 ലക്ഷം കോടിയോളം ഇത് ഡെറ്റ്, ഈ 1.5 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടി വരുക എന്ന് പറഞ്ഞാൽ അത് കൂടുതലല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിൻ്റെയും മറ്റു ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി കൊടുത്താൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. ഇതല്ലേ ഒരു 75% അത് വെറുതെ സ്പെൻഡിങ് ആണ്. അതായത് നമ്മുടെ ഒരു തോട്ടുണ്ട്, വല മേടിച്ചു കൊടുത്തോണം, മീൻ മേടിച്ചു കൊടുക്കരുത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതല്ല, ഈ മീൻ മേടിക്കാൻ വേണ്ടിയാണ് ഈ 1.5 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടിയിലേക്കുള്ള പബ്ലിക് ഡെറ്റ് വന്നിരിക്കുന്നത്. അതിന് സതീശന് ഒത്തിരി അൺടാപ്ഡ് റിസോഴ്സസ്. ഇപ്പൊ നേരത്തെ ഒരു സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ബഡ്ജറ്റ് വരുമ്പോൾ പേടിയാണ് നമുക്ക് പബ്ലിക്കിന് വരാൻ പോകുന്ന നമുക്ക് ബേർഡൻ എന്താന്ന്. ഈ ഒരു ബെഗർ മുതല് ടോപ്പില്. ഇപ്പൊ അതല്ല, നമുക്കല്ലാതെ തന്നെ ഈ സതീശൻ പറഞ്ഞ ആ ഒരു ഇതുണ്ട്, തേനീച്ച തേൻ വരുന്ന പോലെ തന്നെ ടാക്സ് കളക്ട് ചെയ്യുക. അതും അദ്ദേഹത്തിന്റെ ആ വിഷനറി പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് തോന്നുന്നു കേരളത്തിന് നമ്മൾ അൺടാപ്ഡ് റിസോഴ്സസിലെ അതിൽ നിന്ന് കിട്ടുന്ന ഇതിൽ ടാക്സ് പബ്ലിക് സാധാരണ കോമൺ പീപ്പിളിന് ബേർഡൻ കൊടുക്കാതെ കൊണ്ടുപോകുന്ന ഒരു ശൈലിയാ ഇത് കൊടുക്കുന്നു തോന്നുന്നു. അത് വലിയൊരു കാര്യമായിട്ട് വരും. തീർച്ചയായിട്ടും ഒരു ഡിറ്റർമിനേഷൻ ഉള്ള ഒരു ലീഡർ, സ്വന്തമായിട്ടൊരു കമ്മിറ്റ്മെന്റും പിന്നെ ആർക്കും പുള്ളിയുടെ പേരിൽ ഒരു ആരോപണം ഇല്ലാത്തത് കൊണ്ട് പുള്ളിക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. അതെ. സാർ മുമ്പേ പറഞ്ഞ ഒരു ഇതുണ്ട്, പബ്ലിക് മൂവ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ മൂവ്മെന്റിന്റെ ഒരു റിസൾട്ടാണ് സതീശന്. അതായത് കോൺഗ്രസ് പാർട്ടി അവർക്ക് വേണ്ട, സതീശന് പാർട്ടിക്ക് വേണ്ട. പിന്നെ അതുപോലെ തന്നെ മറ്റ് പബ്ലിക് മൂവ്മെന്റിന്റെ, അതും പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുന്നത്. മജോറിറ്റി ഓഫ് MLA 63 കോൺഗ്രസ് MLA-മാരുള്ളതില് 50-52 പേരും എതിർത്തതാണ്. എന്നിട്ട് അതിന് ഞാൻ 2 പേരെയാ പിന്തുണയ്ക്കും. ഒന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ നേരത്തെ ഒരു പെറ്റി ഇങ്ങനെ എഴുതായിരുന്നു. ഇപ്പൊ അവർ ജനങ്ങളെ കേൾക്കാൻ തുടങ്ങി. അപ്പൊ പബ്ലിക് മൂവ്മെന്റ് സാറ് പറഞ്ഞ അത് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഒരു റിസൾട്ട് ഓഫ് VD സതീശന് സൊസൈറ്റിയിൽ ഒരു ഫീലിംഗ് ഉണ്ട്, ഹി ക്യാൻ ഡു സംതിങ്, ചെയ്യാൻ പറ്റുമെന്ന് ഓൾറെഡി വിതിൻ 90 days he has proved it. And he said what is our economic condition, രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് കൃത്യമായിട്ടൊരു വെള്ളപ്പേപ്പറൊക്കെ വെച്ച് കാണിച്ചു. അതിനൊന്നും ഖണ്ഡിക്കാൻ ആർക്കും പറ്റില്ല. കാരണം ദീസ് ആർ ഫാക്ട്സ്. ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഡെവലപ്മെന്റ് മാത്രം കാണുന്ന ഒരു കമ്മിറ്റഡ് ഒരു ടീമിനെ, ഈ
12 ഉപദേശകരെ പാർട്ടി നിയമിച്ചിട്ട് ഒരു കാര്യം ഒരു കാര്യം അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും. he can even select people from abroad. വിദേശ രാജ്യങ്ങളിൽ ഇവിടെ അപ്പോയിന്റ് ചെയ്യാം. അതെ 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 അതെ. കാരണം അവരുടെയൊക്കെ ഐഡിയ എങ്ങനെ ഹൗ ദോസ് കൺട്രീസ് ഹാവ് ഡെവലപ്ഡ്, അതിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു, നമുക്ക് ഏത് സ്ട്രാറ്റജി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. കാരണം വി ഹാവ് ഗോട്ട് വണ്ടർഫുൾ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ പ്രകൃതിയാണ് ഏറ്റവും വലുത്. സാറേ അത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈവൻ ഫോറിനേഴ്സിനെ നമ്മൾ ഇത് ചെയ്യണ്ട, നമ്മുടെ ഇവിടെ നിന്ന് പോയ ആൾക്കാരാണ് അമേരിക്കയും മറ്റും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ നമ്മുടെ ഇവിടെ ഡോക്ടർ സ്വാമിനാഥന് കേരളത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഗുജറാത്തിൽ അവർ യൂട്ടിലൈസ് അങ്ങനെയല്ലേ. നമ്മുടെ ആൾക്കാർ നമ്മുടെ ഇപ്പൊ സതീശനെ നമുക്ക് ഈ ഒരു 10-15 വർഷം മുമ്പ് ഇദ്ദേഹത്തിന് ഇത്രയും കപ്പാസിറ്റി ഉണ്ടോ നമ്മൾ അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോഴും അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിന്റെ ഒരു പ്രാവശ്യം ഒരു ടോക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇയാൾ ചീഫ് മിനിസ്റ്റർ ആയില്ലെങ്കിൽ നമുക്ക് കേരളത്തിന് പറ്റാവുന്ന ഏറ്റവും വലിയ അങ്ങേര് ആരാണേലും ഞാൻ അങ്ങേര് BJP കാരനാണേലും മാർക്സിസ്റ്റുകാരനാണേലും ഞാൻ സപ്പോർട്ട് ചെയ്തേനെ. കാരണം അത്രയും വലിയ പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് ആണ്. അതെ അതെ. പിന്നെ രണ്ടാമത് സാറ് പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നാച്ചുറൽ റിസോഴ്സസ് ഇത് ചെയ്യുന്നതില് ഇദ്ദേഹത്തിന്റെ വേറെ ഒരു സാറ് പറഞ്ഞത് തന്നെ കറക്റ്റാണ്. നമ്മുടെ റിവർ ഇത്രയും നല്ല റിവറ് ഇത് അതുപോലെ തന്നെ സീ ലെവല് ഇത്രയും ഇതുള്ള വേറെ ഒരു സ്ഥലവും ലോകത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. റിവറിനെയും റിവേഴ്സും നാച്ചുറൽ ഫോറസ്റ്റും ഈവൻ ചെറിയ കേരളത്തിൽ പോലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റും ഇതും എല്ലാം കൂടി ഫീൽ ചെയ്യാവുന്ന വേറെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ വേറെ ഒരു ആ വിഷനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. ഈ കടൽ വഴി തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വളരെ ചീപ്പാണ്. ഇപ്പൊ ചീപ്പം തന്നെയല്ല, ഈ എൻവയറമെന്റൽ പൊല്യൂഷൻ അത് ഈ കൊങ്കൺ റെയിൽവേ വന്നു കഴിഞ്ഞപ്പോൾ റോറോ എന്ന് പറഞ്ഞ് ലോറി മംഗലാപുരത്ത് നിന്ന് ബോംബെക്ക് ട്രെയിനെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ലോറി 10,000 രൂപ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീസൽ കാശ് പോലും ആകുന്നില്ല. ഈ ഇതിലുണ്ടാകുന്ന അപകടങ്ങള്, ടയറിന്റെ തേയ്മാനം, അപ്പോൾ തന്നെ ഈ റോഡിലുണ്ടാകുന്ന ട്രാഫിക്, ഇതൊന്നും ഇല്ലാതെ മംഗലാപുരത്ത് സൂറത്കല്ലിൽ നിന്ന് ഇവൻ ലോറികൾ ട്രെയിനുകളുടെ കയറ്റുന്നു, ഓടിക്കുന്നു. ആ ഡ്രൈവറും ആ വണ്ടിയിലാണ് പോകുന്നത്. അവൻ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലോറിയിൽ ഇതേ ഇരുന്നുകൊണ്ട് അവൻ സ്റ്റൗ വെച്ച് ചോറും ഒക്കെ ഉണ്ടാക്കി. അതൊരു ബോംബെ മാംഗ്ലൂർ അത്രയും ഒരു ഡിസ്റ്റൻസ് എത്ര ഇതുകൂട്ട് ഹെയർ പെണ്ണും അതും ഇതൊക്കെ ഉള്ളതാണ്. ഇത് വാട്ടർ ടൂറിസവും വാട്ടർ ട്രാൻസ്പോർട്ടേഷനും കേരളത്തിന്റെ അനന്ത സാധ്യതകളാണ്. അത് സതീശൻ അത് വളരെ കാറ്റഗറിക്കലായിട്ട് തന്നെ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടത്. അതിന്റെ ആ അനന്ത സാധ്യതകള് അതിന് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇത് ശരിയായിട്ട് ഇപ്പം നമ്മുടെ വാട്ടർ എത്ര അഗ്ലിയാക്കിയ പ്ലാസ്റ്റിക് വിട്ട് പോളുകളും മൂടി അതിനെയൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ഇത് ഈ താരത്തുള്ള മഡും ഇതുമെല്ലാം പ്രകൃതി ദുരന്തങ്ങളെ റെസ്ട്രിക്ട് ചെയ്യാന്ന് മാത്രമല്ല നമ്മുടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രമല്ല ടൂറിസം മേഖല ഇതും ഒരു വലിയ മൾട്ടിപ്പിൾ റിസൾട്ട് ആയിരിക്കും ഈ ഒരു ഇതിൽ നിന്ന് വരാൻ പോകുന്നത്. അതിന് സതീശന്റെ കാര്യത്തില് നമ്മൾ ഒത്തിരി അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫ്യൂച്ചർ അറ്റ്ലീസ്റ്റ് ഈ ചീഫ് മിനിസ്റ്ററുടെ കാലത്തെങ്കിലും ഈ നാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നാടായിട്ട് മാറും. അത് സാറേ വേറെ ഒരു കാര്യം കൂടെ ഓർത്താൽ മതി. ഇപ്പൊ പാലക്കാട് വരുമ്പോൾ പാലക്കാടിന്റെ നെല്ലറകളും പാലക്കാടിന്റെ ആ സൗന്ദര്യവും ഒരു ഡിഫറെന്റ് ലെവലാണ്. അതേസമയം ഇതിന്റെ തൊട്ടടുത്തുള്ള പിന്നെ വയനാട്ടിലോട്ട് പോകുമ്പോൾ വേറൊരു ലെവലാണ്. ഇടുക്കി വരുമ്പോൾ വേറൊരു ലെവലാണ്. അത് കഴിഞ്ഞ് കുട്ടനാട്ടിലേക്ക് വരുമ്പോഴോ വേറൊരു ലെവലാണ്. ഇങ്ങനെ ഇത്രയും ദൈവത്താൽ ഡൈവേഴ്സിറ്റി കേരളത്തിൽ തന്നെ ഈ നിസാര ഇത്ര കിലോമീറ്ററുള്ള ഫോറസ്റ്റ് ലാൻഡിലേക്ക് വേറൊരു ലെവലാണ്. അതിനെയൊക്കെ സയന്റിഫിക് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഈ സതീശന്റെ ലീഡർഷിപ്പ് സാധിക്കുന്ന. പക്ഷെ ഈ സാർ ആദ്യം പറഞ്ഞ പോലെ ക്ഷീരമുള്ള ഒരു അകിട്ടിൻ ചുവട്ടിലും ചോര തന്നെ കൗതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ നെഗറ്റീവ് ഇത് കേരളീയൻ വെടിയണം. ഈ കാസ്റ്റ് ക്രീഡ് പൊളിറ്റിക്സ് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് കേരളത്തിന്റെ ഡെവലപ്മെന്റ് ഗുഡ് ഗവർണൻസിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സീ ലെവൽ ചേഞ്ചസ്
ഈ ചെയ്യാൻ പറ്റും. ദിവസം ഈ സമയത്ത് നമ്മൾ ചേഞ്ചസ് നടത്തിയില്ലെങ്കിൽ കേരളത്തിന്റെ ലാസ്റ്റ് ഇതായിരിക്കും. അതെ അതെ, വാട്ടർലൂ ആയിരിക്കും.